ഹായ്, അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റണ കുറച്ച് ബ്രേസ്ലെറ്റിൻ്റെ ഇതാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് ചെയ്യുന്നതും അതിൻ്റെ അകത്ത് വേറെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ അടുത്ത് ഉള്ള പോലത്തെ നമ്മുടെ കിറ്റിലല്ലാണ്ട് നമ്മുടെ കയ്യിലൊക്കെ ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ചിട്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റണ കുറച്ച് ഇതൊക്കെ നമ്മൾ നോക്കാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം നമ്മൾ ഗ്ലാസ് ബീഡാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ബീഡാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഈ ഒരു എലാസ്റ്റിക് ത്രെഡാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും 2 ലെയറായിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും എടുക്കുന്നത്. 2 ലെയറായിട്ടാണ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ 2 ലെയർ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നാലാണ് അതിനൊരു ഇത് കിട്ടുക കേട്ടോ, തിക്നെസ്. അപ്പം നമ്മുടെ കൈയുടെ അളവെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം എല്ലാവരുടെയും നമുക്ക് സെയിൽ ചെയ്യാനായിട്ടാകുമ്പോൾ നമുക്ക് എല്ലാവരുടെയും കൈയുടെ അളവ് ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഇത് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു 22 ബീഡൊക്കെ നമുക്ക് വലിയവർക്കും ഒരു 20 ബീഡൊക്കെ കുട്ടികൾക്കൊക്കെ ആയിട്ട് ചെയ്ത് എടുക്കാവുന്ന രീതിയിൽ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു ത്രെഡ് ഈ ഒരു 2 ലെയറായിട്ടാണ് കേട്ടോ ഇങ്ങനെ മടക്കിയെടുത്തിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ബീഡ് ഓരോന്നായിട്ട് കോർത്ത് പോവാട്ടോ. ഇങ്ങനെ കോർത്ത് പോവാം. നമ്മളിതാ ഒരു 11 ബീഡ് നമ്മൾ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഈ ബീഡും കൂടി കോർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതേപോലെ തന്നെ പ്ലെയിൻ ഗ്ലാസ് ബീഡ് കോർത്തിട്ട് വരാം. ഇതാ നമ്മൾ ഇതിങ്ങനെ കോർത്ത് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇടുന്നത് ഞാനെങ്ങനെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇത് കോർത്ത് ഇങ്ങനെ എടുക്കും. കണ്ടോ, എന്നിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ കെട്ടിക്കളയും. ഇനി നമുക്കിത് ഇങ്ങനെ പെട്ടെന്ന് വലിച്ചാൽ പോരാത്ത വിധത്തിൽ അത് ടൈറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു കെട്ടും കൂടി കെട്ടിയിട്ട് വീണ്ടും ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇത് കോർത്ത് എടുത്തിട്ട് നമ്മൾ എങ്ങനെ വേണമെങ്കിലും കെട്ടാം, അത് അഴിഞ്ഞ് പോവാണ്ട് ഇരിക്കണം. ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു 2 കെട്ടും കൂടി ഇത് തമ്മിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് കെട്ടിക്കളയും. ഞാനിങ്ങനത്തെ നന്നായിട്ട് കെട്ടി ഇതാക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എലാസ്റ്റിക് നമ്മൾ അങ്ങോട്ട് വലിച്ചു കഴിയുമ്പം വിട്ട് പോരരുതല്ലോ. അതുകൊണ്ട് എന്നിട്ടിങ്ങനെ നന്നായിട്ട് വലിച്ചു കഴിയുമ്പം അതവിടെ ടൈറ്റ് ആവും കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഈ ഒരു വിലൈ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് റെഡി ആയി കഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്തിട്ട് അതിന് നമുക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്യാം. കണ്ടോ, എന്നിട്ടിനി നമുക്കിത് ഈ ബീഡിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വലിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഞാനിപ്പോൾ കുറേ കെട്ട്
ഇട്ടിരിക്കുന്നത് കാരണം തന്നെ ഇത്തിരി പണിയാണ് കയറാനായിട്ട്. അപ്പം ഇങ്ങനെ വലിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മളത് കണ്ടോ, ഇത് ഇതിൻ്റെ ബീഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ അതവിടെ ഇരുന്നോളൂ. ഇപ്പം നമുക്ക് കെട്ടും ഇതൊന്നും നമുക്ക് വിസിബിളായിട്ട് കാണില്ല. അപ്പോൾ ഇത് നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇനി ഇത് തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ക്രിസ്റ്റലും ഒക്കെ കൊടുത്തിട്ട് ഹാങ്ങിങ്ങും ഒക്കെ കൊടുത്തിട്ട് ചെയ്യണ ഒരു വിധവും കൂടി നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നേരത്തെ പോലെ തന്നെ ഇലാസ്റ്റിക് ത്രെഡ് എടുത്തിട്ടുണ്ട്. 2 ലെയറായിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഇതിൽ കൂടെ കണ്ടോ ഇങ്ങനെ, അപ്പോൾ ഒരറ്റം ഇങ്ങനെയും വരും, ഒരറ്റം ഇങ്ങനെയും വരും. അപ്പോൾ ഈ ഒരു ഇതിൽ കൂടിയാണ് നമ്മൾ ഇപ്പം കോർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ കളറ് ബീഡ് തന്നെയാണ് നമ്മൾ ഇപ്പം എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഇത് കോർത്ത് കൊടുത്തിട്ട് ഈ ഒരു ബീഡ് കോർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിങ്ങനെ രണ്ടാക്കി എടുക്കുക. എന്നിട്ട് ഇതിൽ ഇതേപോലെ ഓരോ ക്രിസ്റ്റൽ ബീഡ് കോർക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഓരോ ഇതിലും ക്രിസ്റ്റൽ ബീഡ് കോർത്തെടുക്കുക. കണ്ടോ, ഇങ്ങനെ കോർത്തെടുത്തിട്ട് ഇനി ഇതിൽ നമ്മൾ മാലയൊക്കെ ചെയ്യില്ലേ അതേപോലെ ഇനി ഇതിൽ ഒരു ബീഡ് കോർത്തെടുക്കുക. ഇങ്ങനെ കോർത്തിട്ട് കണ്ടോ ഇങ്ങനെ പിടിച്ച് പിന്നെ ഈ ത്രെഡ് ഇതിലൂടെ ഇങ്ങനെ കയറ്റിയെടുക്കണം. ലോക്ക് പോലെ ആക്കി എടുക്കണം. കണ്ടോ ഇങ്ങനെ. ഇനി നമുക്ക് ഇത് ഇതും ചേർത്ത് വെച്ചിട്ട് മറ്റേ ഗ്ലാസ് ബീഡ് കോർത്ത് കൊടുക്കാം. കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇനി നമുക്കിങ്ങനെ കോർത്ത് പോവാം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഇതിൽ ഓരോന്നിലുമായിട്ട് ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുക. ഉണ്ടോ, പിന്നീട് ഒരു ബീഡ് ഇങ്ങനെ കോർത്തിട്ട് ഈ ഒരു അറ്റം മറ്റേ ത്രെഡ് ഇതിലൂടെ ഇങ്ങനെ കയറ്റിയെടുക്കുക. ഇങ്ങനെ ചെയ്തു പോവുക. അതേപോലെ ചെയ്ത് നമുക്ക് അത് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ചെയ്ത് അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഇടയിൽ ക്രിസ്റ്റൽ ബീഡ്സ് കോർത്തിട്ടാണ് നമ്മളിങ്ങനെ മൂന്നെണ്ണം വീതം ക്രിസ്റ്റൽ ബീഡ്സ്
കൊളുത്ത് ആ ഒരു ഇതിൽ വന്നിട്ട് നമ്മൾ ഇവിടെ കെട്ടിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചൊക്കെ മറിച്ചൊക്കെ ഞാൻ കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. കാരണം അഴിഞ്ഞ് പോകരുതല്ലോ വലിക്കുമ്പം. അങ്ങനെ നമ്മളെപ്പോഴും 2 ലെയറായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമ്മളിങ്ങനെ വലിച്ചു നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത് അവിടെ നിന്ന് ലൂസായി പോരില്ല. അപ്പോൾ ഇനി നമുക്ക് ധൈര്യമായിട്ട് നമുക്കിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടോ, ഇനി നമുക്കിവിടെ ധൈര്യമായിട്ട് കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇതിന് ഹാങ്ങിങ് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സിൽവർ ചെയിനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ക്രിസ്റ്റലിൻ്റെ ഈ ഒരു പെറ്റലാണ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ. നമ്മളിതാ ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഹാങ് ചെയ്യുമ്പം ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമായിട്ട്, അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെ കണ്ട് നമുക്ക് അതിൻ്റെ കൊളുത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ചെറുതും വലുതുമായിട്ട് കിടന്നോളും. ഇതാ നമ്മൾ ഇത് ഇങ്ങനെ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിൽ പെറ്റലിലേക്ക് ഈ പെറ്റലിൽ ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു ഇത് കോർത്ത് കൊടുക്കാം. ഇങ്ങനെ കിട്ടി. ഇനി നമുക്കിതിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഭയങ്കര തിന്നായിട്ടുള്ള ചെയിനായത് കാരണം തന്നെ ഇതിലേക്ക് വീഴാൻ ഇച്ചിരി പണിയാണ് കേട്ടോ. ഇത് നല്ല അകലമുള്ള ഇതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വളച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് ഇങ്ങനൊരു ഇതിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഒരെണ്ണത്തിൽ നമുക്ക് ഈ ബീഡ് തന്നെ കോർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെഡ് പിൻ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹെഡ് പിന്ന് എടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ഈ ഒരു ബീഡ് അതിലേക്ക് ഈ ഒരു ബീഡ് നമ്മൾ കോർത്ത് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ എടുക്കും. ഇനി നമുക്ക് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് വളച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുക. കണ്ടോ. ഇനി നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് പതുക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുക. എന്നിട്ടത് കണ്ടോ, നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലും ഒരു കൊളുത്ത് ഇട്ടിട്ട് നമുക്ക് അത് ഇതിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മളിങ്ങനെ ഒരു റിങ് എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ അകത്തിയിട്ട് ഇതിലേക്ക് കോർത്ത് കൊടുത്തു.
ഇനി നമുക്കതിൽ ഈ ഫ്രീ ആയി കിടക്കുന്ന ഈ ഒരു ഇത് കണ്ടോ, ഇതിലേക്ക് ഇത് കോർത്ത് കൊടുക്കാം കേട്ടോ. കോർത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിതാ ഇതും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഹാങ്ങിങ് കണ്ടോ, ഇങ്ങനെ ഒരു ഹാങ്ങിങ്ങിൻ്റെ ഇതായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള പോർഷനിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയിനൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ലുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പോർഷനിൽ, ഈ ഒരു സെൻറ്റർ പോർഷനിൽ നമ്മൾ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റെയിൻബോ ഫ്ലവർ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ പീസ്, ബാലൻസ് ഇങ്ങനത്തെ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതില്ലേ, അപ്പോൾ ആ ഒരു പീസ് എടുത്തിട്ട് അതിൽ ഇത് ക്രിസ്റ്റൽ ബീഡ് കോർത്തിട്ട് നമ്മളിങ്ങനെ എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മളത് അതിലേക്ക് അങ്ങ് കെട്ടി ഇതേപോലെ തന്നെ നമ്മളൊന്ന് എലാസ്റ്റിക് വെച്ചിട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. ഇവിടെ ഒന്ന് ഏതെങ്കിലും ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടി എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ എലാസ്റ്റിക് ഇരിക്കുന്നതിൻ്റെ ആ ഉള്ളിൽ കൂടി എടുത്തു കഴിഞ്ഞാൽ അതവിടെ കറക്റ്റ് ആ ഒരു പ്ലേസിൽ കറക്റ്റായിട്ട് അറ്റാച്ച് ആവും. എന്നിട്ട് നമുക്കിനി അതൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഓരോ ഇത് ചെയ്തിട്ടാണ് നമ്മൾ ഇതിങ്ങനെ കൂടുതൽ ഭംഗിയാക്കി എടുക്കുന്നത്. നമ്മൾ ഓരോന്ന് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓരോ ഐഡിയാസ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് ഇന്നതുപോലെ ചെയ്താൽ അതൊന്നും കൂടി ഭംഗിയാകും, അങ്ങനെ നമുക്ക് ഓരോ ഐഡിയാസ് വരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ള ഒരു ഇതിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഇത് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ കാണണം എന്നില്ല. അപ്പം അതിന് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്താണോ ബീഡ് ഒക്കെ ഉള്ളതനുസരിച്ച് ഭംഗിയാക്കാനുള്ള ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊരു ഇതും കൂടി വന്നു കഴിയുമ്പം അതൊന്നും കൂടി ഭംഗിയായി കണ്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇത് ഇടയ്ക്ക് ഉള്ള പോർഷനിലൊക്കെ നമുക്ക് ഈ ബീഡ് വെച്ച് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഹാങ്ങിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബീഡ് ഇടയ്ക്കിടയ്ക്ക് വന്നാലും അത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ആ ഒരു ട്രാൻസ്പെറൻ്റ്, അപ്പോൾ ആ ഒരു ക്രിസ്റ്റലിനോടും ആ ഗ്ലാസ് ബീഡിനോടും ഒക്കെ ചേർന്ന് അത് പോകുന്ന കാരണം നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അത് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ അത് കൊടുത്തത്. നമ്മൾ ഇങ്ങനെ ഒരിത് ഹാങ്ങിങ് ചെയ്ത് ഒരു ബീഡും കൂടി ഇട്ടിട്ട് ഈ രണ്ട് പെറ്റലും കൂടി ഫ്ലവറിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് ഈ എലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ത്രെഡിൽ തന്നെയാണ് നമ്മളത് കോർത്തിട്ട് കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഈ ബീഡ് കെട്ടിയ പോലെ തന്നെ അങ്ങ് ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഇതിൽ കൂടെ
കോർത്തിട്ട് കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു ലുക്കിൽ കിട്ടും. അപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഹാങ്ങിങ്സ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പം ഇത് തന്നെ മതിയെന്ന് തോന്നുന്നു. കണ്ടോ, ഇപ്പം ഇത് ചെയ്തപ്പോൾ തന്നെ ഇത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ബീഡും ഇതും ഒന്നും നമ്മുടെ കിറ്റിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഇതൊക്കെ വെച്ച് വരുമ്പം നമുക്ക് വീണ്ടും വീണ്ടും റേറ്റ് കൂടി കൂടി പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇത് ഇപ്പോൾ ഈ ബീഡൊക്കെ മിക്കവരുടെയും കയ്യിൽ നമ്മളിത് ചെയ്യുന്നതായത് കൊണ്ടിട്ട് കയ്യിൽ കാണുമല്ലോ. അഥവാ പുതിയതായിട്ട് ചെയ്യുന്ന ആളുകളുടെയൊക്കെ നമ്മൾക്ക് മെസ്സേജ് ഇടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇന്ന സാധനങ്ങളും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ആവശ്യമുള്ളവർക്ക് അത് മേടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, എപ്പോഴും നമ്മൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്രാക്ക് ബീഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഇത് ബ്ലാക്കും അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ വൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത ഒരു ഇതാണ് കേട്ടോ ഇത്. ഇങ്ങനെ എന്നിട്ട് റോസ് ബീഡും വെച്ചിട്ട് ആണ് സെൻറ്റർ പോർഷനിൽ ആ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് നമ്മൾ ഇത് തന്നെ വെച്ച് ചെയ്തിട്ട് സെൻറ്റർ പോർഷനിൽ ഒരു പ്ലെയിൻ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല ഐഡിയാസിൽ നമുക്കിങ്ങനെ ഓരോ ഇത് വെച്ചിട്ട് ഓരോന്നും വെച്ചിട്ട് നമ്മുടെ ഐഡിയാസിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ സിമ്പിളായിട്ട് ചെയ്ത ഈ ഒരു ഇതിൽ കണ്ടോ, ഇങ്ങനെ ചെയ്താലും പ്ലെയിനായിട്ട് ചെയ്താലും ഇതൊക്കെ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ഇനി അടുത്തത് നമുക്ക് വേറൊരു രീതിയിലുള്ളത് ചെയ്ത് നോക്കാം. നമ്മൾ അടുത്തത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു 3 ഷെയ്ഡ്, ഈ ഒരു ബേബി പിങ്ക്, ഈ ഒരു പിസ്ത ഗ്രീന്, ഈ ഒരു ബ്ലൂ, അങ്ങനെ 3 കളറും കൂടി മിക്സാക്കിയിട്ട് നമുക്ക് ഒരെണ്ണം ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ഇത് 2 ലെയറായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ കാരണം ഓരോ ഇതും നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഇതിൽ കൂടി ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ കോർത്ത് കെട്ടുമ്പോഴായിരിക്കുള്ളൂ അത് ലോക്കായിട്ട് ശരിക്കും ഇങ്ങനെ വരുമ്പോഴായിരിക്കുള്ളൂ അത് ശരിക്കും ലോക്കാവുന്നത്. കണ്ടോ, അപ്പം അങ്ങനെ കോർത്തിട്ട് പോകുമ്പോഴാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ കോർത്ത് പോകുന്നത്, 2 ലെയർ എടുത്തിട്ട് കോർത്ത് പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ബ്ലൂ ബീഡ് കോർത്തു, പിന്നെ ഒരു ബേബി പിങ്ക് കളർ കോർത്തു, പിന്നെ പിസ്ത ഗ്രീൻ കോർത്തു. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് കോർത്ത് പോവാം കേട്ടോ. ഇതാ നമ്മൾ ഇതിങ്ങനെ ഇത് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 22 ബീഡോളം നമ്മൾ കോർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു വിലയുടെ ബീഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇതിൽ കൂടെ ഇത് ഇങ്ങനെ കടത്തി നമ്മൾ എടുത്തിട്ടാണ് അത് ലോക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഈ ഒരു ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ആദ്യം ഒന്ന് കെട്ടിക്കളയും. ഇത് കെട്ടിക്കൊടുക്കും ഇങ്ങനെ ആദ്യം. കണ്ടോ, എന്നിട്ട് ഇനി നമ്മൾ ഈ ഒരു കണ്ടോ ഇങ്ങനെ ഇരിക്കണമല്ലോ. ഇനി നമ്മൾ ഈ ഒരു ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ കെട്ടിക്കൊടുക്കും കേട്ടോ. എങ്ങനെ കെട്ടിയാലും
നമുക്ക് അഴിഞ്ഞു പോകരുത്. വലിക്കുമ്പം എലാസ്റ്റിക്കിൻ്റെ ഇത് വലിയുമല്ലോ, നന്നായിട്ട് വലിയുമ്പം വിട്ടു പോകരുത്, വിട്ടു പോകരുത്. ആ ഒരു ഇതിൽ നമ്മൾക്ക് കെട്ടിക്കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിയുമ്പം അത് നമ്മളിങ്ങനെ വലിച്ചാലും അത് വിട്ട് പോരത്തില്ല. ഇതൊക്കെ നമുക്ക് വലിയ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരിത്, നല്ല വണ്ണമുള്ള കൈക്കൊക്കെ പറ്റിയ ടൈപ്പ് ഒരു ഇതാണ് കേട്ടോ. വണ്ണമുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയ ടൈപ്പാണ്. അപ്പം അല്ല, നമുക്കൊരു 20 ബീഡൊക്കെ മതി. അപ്പം ഈ വിലയുടെ ബീഡും കൂടി വന്നപ്പം അത് 23 ബീഡായല്ലോ. അപ്പം അതുകൊണ്ടിട്ടാണ് അത്രയും വലിപ്പം വന്നിരിക്കുന്നത് കേട്ടോ, അതിന് അത്രയും ലെങ്ത്ത് വന്നിരിക്കുന്നത്. അപ്പം അത് നോക്കിയിട്ട് നമ്മുടെ കൈയുടെ ഇതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് വിട്ട് പോരത്തില്ല. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ബീഡിൻ്റെ ഉള്ളിലേക്ക് അത് കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹാങ്ങിങ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ ആയാലും മതി. നമുക്ക് ഹാങ്ങിങ് കൊടുക്കാം. നമുക്ക് ഈ ബീഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഹാങ്ങിങ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഇത് കോർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് നമുക്കിത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ അറ്റത്ത് ഹാങ്ങിങ് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ തന്നെ ഏതെങ്കിലും 2 കളർ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, പിസ്ത ഗ്രീനും ബ്ലൂവും എടുക്കാം. എന്നിട്ടത് കൊടുക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെഡ് പിന്ന് എടുക്കുന്നുണ്ട്. ഹെഡ് പിന്നിലേക്ക് ഇത് കോർത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരെണ്ണത്തിൽ നമ്മൾ ബ്ലൂവും എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്കിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, ഇത് മാത്രം മതിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടി കൊടുക്കണോ എന്നൊക്കെയുള്ള ഒരു ഇത് കിട്ടുമല്ലോ. അതിനനുസരിച്ച് നമുക്ക് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ അതിൻ്റെ മുകളിൽ ഒരു ഈ പീച്ചിൻ്റെ ഇതിന് വേണ്ടിയിട്ട്, ബേബി പിങ്കിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇതും കൂടി, ക്രിസ്റ്റൽ ബീഡും കൂടി കോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഓരോന്നും ചെയ്യുന്നത്. അപ്പം പിന്നെ നമ്മളിവിടെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുക, ഇങ്ങനെ ഒന്ന് വളയ്ക്കുക. എന്നിട്ടിത് ഇങ്ങനെ ചുറ്റി എടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിൽ വളച്ചെടുത്താൽ മതി. അതേപോലെ മറ്റേതും റെഡിയാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ 2 എണ്ണം നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ റിങ് ഇട്ട് കൊടുക്കുക. റിങ് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഹാങ് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എന്താ, നമുക്ക് ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഹാങ്ങിങ് ഇങ്ങനെയായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി വേണം എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ചെറിയ ഹാങ്ങിങ് എന്തെങ്കിലും കൊടുക്കാം, ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ബീഡ് തന്നെ വെച്ചിട്ട് ഹാങ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയ ക്രിസ്റ്റൽ ബീഡ്സ് ഹാങ് ചെയ്യുകയോ എങ്ങനെയാണെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഒരു ഇതാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ പല ഐഡിയാസിൽ നമുക്ക് ഓരോന്നും ഇപ്പോൾ ഇതേപോലെ
ഹെവി ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് കുറച്ചും കൂടി ഇതായിട്ട് നിൽക്കുന്ന രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഐഡിയാസിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യണ ഇതും അതും ഇതേപോലെ ചെയ്തെടുക്കാം. ക്രാക്ക് ബീഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ, ഇങ്ങനെ സിമ്പിളായിട്ട്. അപ്പം ഇത്രയും ഒരു ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്ത് കാണിക്കുന്നത്. ഇനി ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇതാ ഈ ഒരു ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളേഴ്സ് കാണുന്നത് ഇതിൽ വീഡിയോയിൽ കാണുന്നത് അത്രയും ഇതിൻ്റെ യഥാർത്ഥ കളറ് കാണുന്നില്ല കേട്ടോ ഇതിൻ്റെ അകത്ത്. ആ ഒരു ഈ ബീഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ല ഭംഗി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ, ഇപ്പോൾ ഫാൻസി ഷോപ്പിലൊക്കെ നമ്മൾ പോകുമ്പം അവിടെയൊക്കെ ഉള്ള സാധനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് പോകണം. എന്നിട്ട് നമ്മൾ അവിടെ ഏതൊക്കെ ഐറ്റംസാണ് ഉള്ളത്, അതിൽ ഏതിനാണ് മൂവിങ് കൂടുതലെന്നൊക്കെ നമുക്ക് അവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. കാലിയായിരിക്കുന്ന ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനാണ് മൂവിങ് കൂടുതൽ എന്നുള്ളത് ഒരു ഐഡിയ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അപ്പം നമ്മൾ ആ ഒരു ഐഡിയ മനസ്സിലാക്കിയിട്ട് പിന്നെ അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ അതിനനുസരിച്ച് നമുക്ക് അതിലും നന്നായിട്ട് അതിലും വെറൈറ്റി ആയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആലോചിച്ച് അതിൻ്റെ അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ നോക്കണം കേട്ടോ. നമ്മൾക്ക് ഇപ്പം എന്ത് ഇതിലായാലും നമുക്ക് നെഗറ്റീവ്സും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും. അപ്പം നമ്മൾ ഇപ്പോൾ കടയിൽ നിന്ന് നമുക്ക് യഥേഷ്ടം കിട്ടുന്ന ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് അത് നമുക്ക് കടയിൽ പോയിട്ട് വാങ്ങിയാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന ഇതെന്ന് നമ്മൾ മേടിക്കുന്നതിനേക്കാളും നല്ലത് കടയിൽ പോയിട്ട് നമുക്ക് നോക്കിയെടുക്കാമല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരിക്കുള്ളൂ വരണത്. അപ്പം നമ്മളുണ്ടാക്കുന്ന സാധനങ്ങൾ അത് നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് വരുമ്പം നമ്മളുടേത് മാത്രമായിരിക്കണം ആ ഒരു ഇത്. അപ്പോൾ നമ്മൾ കടയിൽ പോയാൽ അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതേ മോഡലുകൾ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പോവാനായിട്ട് മൂവിങ് ആയിരിക്കുള്ളൂ. അപ്പം നമ്മളുടെ അടുത്തുനിന്ന് ഒരു ഐറ്റം അത് നമ്മളുടെ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളുടെ ഐഡിയയിൽ വന്നത് ആ ഒരു ഇത് നമ്മുടെ അടുത്ത് തന്നെ കിട്ടുള്ളൂ എന്നുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് സെയിലിൻ്റെ ഇത് നമുക്ക് വരണത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും കടയിൽ നിന്ന് നമുക്ക് യഥേഷ്ടം കിട്ടുന്ന ആ ഒരു ഐഡിയയിൽ നിന്ന് നമ്മൾ മാറ്റി നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം നമ്മളുടെ ഇപ്പം ഈ അടുത്ത ആഴ്ചയോടുകൂടി തന്നെയൊക്കെ നമുക്ക് അടുത്ത വിന്നറിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇതാകും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടാനൊക്കെ മറക്കണ്ട. കമൻ്റൊക്കെ ഇട്ടോളൂ കേട്ടോ. കമൻറ്റിൻ്റെ ഇത് നമ്മൾ എടുക്കുന്നത് അടുത്ത മാസത്തേക്കുള്ള ഇതിലായിരിക്കും. ഇതിൽ വരണത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നല്ലോ ഈ മാസം ആദ്യം ഇട്ടൊരു വീഡിയോയിൽ, അതിൻ്റെ ആൻസർ ഇട്ടവരിൽ നിന്നായിരിക്കുള്ളൂ ഇത് തിരഞ്ഞെടുക്കുക കേട്ടോ. അടുത്ത മാസത്തെ വിന്നറിനെ 3 പേരെ തിരഞ്ഞെടുക്കുന്നതിൽ കമൻറ്റുകളിൽ നിന്ന് എല്ലാ കമൻറ്റുകളും നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. നമുക്ക് അടുത്ത മേക്കിംഗ് വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം നമ്മൾക്ക് ഈ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ഇതൊക്കെ വെച്ചിട്ട് അത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ഐഡിയാസ് ഇതിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോസായിട്ട് ഉടൻ തന്നെ വരാം കേട്ടോ, ഇതിൻ്റെ വീഡിയോ ആയിട്ട്. ഓക്കെ ബൈ.